രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കുറൂരമ്മയുടെ ജന്മദിനാണ്. മാർച്ച് 6-ാം തീയതിയാണ് കുറൂരമ്മയുടെ ജന്മദിനം. ശരിക്കും നമുക്കറിയാം, കുറൂരമ്മ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തകളിൽ ഒരാളാണ് കുറൂരമ്മ. അത് മാത്രമല്ല, യശോദാമ്മയെ പോലെ മകനായി കിട്ടിയ ആ യശോദാമ്മയ്ക്ക് എങ്ങനെയായിരുന്നു മകനായി താലോലിക്കാനും ആ ഭഗവാന്റെ ലീലകളൊക്കെ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ച യശോദാമ്മയെ പോലെ തന്നെ ആയിരുന്നു കുറൂരമ്മയ്ക്കും ഭഗവാൻ കൃഷ്ണനെ ഒരു മകനായി തന്നെ പരിപാലിക്കാനും ലാളിക്കാനുമുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരു സ്ത്രീ രത്നമായിരുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തകളിൽ ഒരാളായിരുന്നു കുറൂരമ്മ. അപ്പം നമ്മൾ കുറൂരമ്മ എന്ന് പറയുമ്പം ആ കുറൂർ ഇല്ലത്തേക്ക് വേളി കഴിച്ചു കൊണ്ടുവന്ന ഒരാളായിരുന്നു ഗൗരി അന്തർജനം. കുറൂരമ്മയുടെ ശരിയായ പേര് ഗൗരി എന്നായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാകേണ്ടി വന്ന ഒരു സ്ത്രീ ആയിരുന്നു കുറൂരമ്മ. ഈ കുറൂരില്ലം സ്ഥിതി ചെയ്തിരുന്നത് കല്ലേറ്റുകുളങ്ങര ഹേമാംബിക ക്ഷേത്രത്തിനടുത്തായിരുന്നു, അതായത് പാലക്കാട് ജില്ലയിലായിരുന്നു. പിന്നെ അവിടെയുള്ള കാരണവർക്ക് രാജാവിനോടുള്ള എന്തോ ഒരു പ്രശ്നങ്ങൾ കാരണം അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരികയും തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആ കുറൂരില്ലത്തേക്ക് താമസം മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വേദപണ്ഡിതനായ ഇത്തിരി പ്രായമുള്ള ഒരാൾ ഒരുപാട് കാലമൊന്നും കല്യാണമൊന്നും കഴിച്ചിരുന്നില്ല. അങ്ങനെ നിന്നിരുന്ന സമയത്തായിരുന്നു ഗൗരി എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ കുറൂരമ്മ. അപ്പോൾ കുറൂരമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സന്യാസി ഒരു വിഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു, കൃഷ്ണ വിഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൃഷ്ണനിൽ വളരെ കാന്തം പോലെ ആകർഷിക്കപ്പെടുകയും വളരെ ഇഷ്ടത്തോടു കൂടി ആ കൃഷ്ണനെ പരിപാലിക്കുകയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു ഈ ഗൗരി. അപ്പോൾ തൻ്റെ വേളി കഴിഞ്ഞ് കുറൂരില്ലത്തേക്ക് വരുന്ന സമയത്തും തൻ്റെ കൃഷ്ണ വിഗ്രഹം എടുത്തുകൊണ്ട് തന്നെയായിരുന്നു കുറൂരില്ലത്തേക്ക് എത്തിയത്. പക്ഷേ ഭർത്താവിനോട് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായ ഒരു ഭർത്താവായിരുന്നു. പക്ഷേ ഭർത്താവിനൊരു ചീത്ത സ്വഭാവമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു ഇഷ്ടമൊന്നുമില്ലാതിരുന്ന ഒരാളായിരുന്നു കുറൂരമ്മയുടെ ഭർത്താവ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാകേണ്ടി, അതായത് 16 വയസ്സിൽ തന്നെ ഈ ഗൗരിക്ക് വിധവയാകേണ്ടി വന്നു. പിന്നീട് തൻ്റെ കൃഷ്ണനിൽ തന്നെ എല്ലാം കണ്ടെത്തുകയായിരുന്നു. ഭക്തിയിൽ ആറാടിക്കൊണ്ടുള്ള ഒരു ജീവിതം തന്നെ. കാരണം വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഭർത്താവില്ല, കുട്ടികളില്ല, ആരുണ്ടായി. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു അന്തർജനത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹമായിരുന്നു. കാരണം പുറത്തുള്ള ആൾക്കാരുമായി യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഒന്നും തന്നെ ഇല്ലാതെ ആ മറക്കുടയിൽക്കുള്ളിൽ മാത്രം ക്ഷേത്രങ്ങളിലേക്ക് പോവുക വരിക, ആ ഇല്ലത്തിൻ്റെ ഉള്ളിൽ മാത്രം കഴിച്ചുകൂടുന്ന, പ്രത്യേകിച്ച് വിധവയായിരുന്ന ഒരു വളരെ ചെറിയ കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും ദുസ്സഹമായ ജീവിതം തന്നെയായിരുന്നു. പിന്നീട് തൻ്റെ എല്ലാം ഭഗവാനിൽ, തനിക്ക് ആശ്രയമായി ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എപ്പോഴും ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട്, ഭഗവാൻ എന്ന് പറയുന്നത് ഒരാളായി തന്നെ കണ്ടുകൊണ്ടായിരുന്നു കുറൂരമ്മ. അതുകൊണ്ട് തന്നെ കുറേ കീർത്തനങ്ങൾ പാടുകയും ഒച്ചത്തിൽ ജപിക്കുകയൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചിത്തഭ്രമമായിരുന്നു, അതായത് ഭ്രാന്തായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പെറുപിറുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ കുറൂരില്ലം വെങ്ങിലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി അവരുടെ പുതിയ ഗൃഹം അങ്ങോട്ടേക്ക് വെങ്ങിലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി പണിയുകയും എല്ലാവരും ആ ഇല്ലത്തുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഈ ഗൗരി അന്തർജനത്തിനെ മാത്രം അവർ കൊണ്ടുപോയില്ല. കാരണം അവർക്ക് ചോദിക്കാനോ പറയാനോ ഒന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദാസി പെണ്ണിനെയും അവരുടെ മകനായ മാധവൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെയും ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും ആ കുറൂരില്ലത്തുനിന്ന് അടാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെങ്ങിലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതൊന്നും തന്നെ ഗൗരി അന്തർജനത്തെ, അല്ലെങ്കിൽ നമ്മുടെ കുറൂരമ്മയെ ഒരു തരത്തിലും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറൂരമ്മയ്ക്ക് ആര് പോയാലും ആര് വന്നാലും ഒന്നും തന്നെ പ്രശ്നമുണ്ടായിരുന്നില്ല. ആരോടും ഒരുപാട് പ്രതിപത്തിയോ അല്ലെങ്കിൽ ആരിൽ നിന്നും കൂടുതൽ വിട്ടു നിൽക്കുകയോ ചെയ്യാത്ത, ഭഗവാനിൽ മാത്രം എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ കുറേ കഴിഞ്ഞപ്പം ഒരു ദിവസം മാധവൻ ചന്തയിലേക്ക് പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് ഒരു ഉണ്ണിയെ കൊണ്ടുവരികയും ചെയ്തു. അപ്പം ഈ ഉണ്ണി ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മാധവനും ലക്ഷ്മിക്ക് പിന്നെ വരാൻ പറ്റാത്ത സ്ഥിതിയായി, വയസ്സ് ഒരുപാടായി.
കുറൂരമ്മയും വയസ്സാവാൻ തുടങ്ങി. പിന്നെ ഈ കുട്ടിയായിരുന്നു, ഈ ഉണ്ണിയായിരുന്നു കുറൂരമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ കുറൂരമ്മയ്ക്ക് നല്ല വികൃതിയായ ഒരു പയ്യൻ തന്നെയായിരുന്നു കുറൂരമ്മ. അത് ശരിക്കും കൊട്ടയിലൊക്കെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യണം, അത്രയ്ക്കും വികൃതിയായിരുന്നു. പക്ഷേ സ്വന്തം മോനെ പോലെ കൊണ്ടു നടന്നു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഉണ്ണിക്കണ്ണൻ തന്നെയായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കുറൂരമ്മ ഉച്ചത്തിൽ നാമം ജപിക്കുമായിരുന്നു. നാരായണ നാരായണ എന്നും ഉച്ചത്തിൽ നാമം ജപിക്കുമായിരുന്നു, ഈ പ്രായമാവുന്നതിനേക്കാളൊക്കെ മുമ്പേ തന്നെ. അപ്പം തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെ വല്യമ്മക്ക് പരാതി പറയുമായിരുന്നു, ഇവർക്ക് പറ്റാത്ത സമയങ്ങളിലൊക്കെ ഇവരെന്തിനാണ് ഇത്രയും നാമം ജപിക്കുന്നത്, അതൊക്കെ പാപമല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു ദിവസം വില്ലുമംഗലം സ്വാമിയാർ വന്ന സമയത്ത് എല്ലാവരും പറയും, ഈ കുറൂരമ്മ പറ്റുന്നതും പറ്റാത്ത സമയങ്ങളിലൊക്കെ ഒച്ചത്തിൽ നാമം ജപിക്കുക, വെറുതെ എന്തിനാ പാപിയാവുന്നത്. അപ്പം വില്ലുമംഗലം വിചാരിച്ചു, ഏതായാലും അവിടെ ഒരു പൂജയ്ക്ക് കുറൂരമ്മ വിളിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പോകുന്ന വഴിക്ക് എന്തായാലും കുറൂരമ്മയോട് ചോദിക്കാമെന്ന്. അപ്പം കുറൂരമ്മയോട് ചോദിക്കാൻ വേണ്ടി അവിടെ എത്തിക്കഴിഞ്ഞ് കുറൂരമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, അന്നത്തൊക്കെ അന്തർജനങ്ങൾ വീടിൻ്റെ പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഈ വാതിലിൻ്റെ പിടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുക. അപ്പോൾ കുറൂരമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറ്റാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒച്ചത്തിൽ നാമം ജപിച്ചാൽ മോശമല്ലേ, നിങ്ങൾക്ക് എല്ലാ സമയവും പാടുമോ എന്ന് ചോദിക്കും. അപ്പം കുറൂരമ്മ പറയും, എന്നെ വിളിക്കാൻ ഭഗവാൻ ഏത് സമയങ്ങളിലാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് പറ്റാത്ത സമയങ്ങളിലാണെങ്കിലോ ഭഗവാൻ വരുന്നത്, അപ്പം ഏത് സമയമാണ് എന്നെ വിളിക്കാൻ ഭഗവാൻ വരിക എന്ന് എന്താ നിശ്ചയമുള്ളത്? അതുകൊണ്ട് ഞാൻ എല്ലാ സമയവും നാമം ജപിക്കുന്നു, പറ്റുന്ന സമയങ്ങളിലും പറ്റാത്ത സമയങ്ങളിലൊക്കെ തന്നെ നാമം ജപിക്കും, അതിലെനിക്കൊരു പേടിയുമില്ല. കാരണം ഏത് സമയത്താണ് എൻ്റെ ഭഗവാൻ എന്നെ കൊണ്ടുപോകാൻ വരിക എന്ന് എന്തെങ്കിലും ഒരു നിശ്ചയമുണ്ടോയെന്ന്. അപ്പം വില്ലുമംഗലം പെട്ടെന്നൊന്ന് ഞെട്ടി. കാരണം എന്താണ് കുറൂരമ്മ ഈ പറയുന്നത് എന്നുള്ളതിൽ ആ വാതിൽ പാളിയിലേക്ക് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണനുണ്ട് കുറൂരമ്മയുടെ മുണ്ട് പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. അപ്പം വില്ലുമംഗലം ശരിക്കും കുറൂരമ്മയെ നമസ്കരിക്കും. വില്ലുമംഗലത്തിന് മനസ്സിലാവും കുറൂരമ്മയുടെ കൂടെ ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടെന്ന്. അപ്പോൾ ആ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത്, പൂജാപുഷ്പങ്ങളൊക്കെ അർച്ചിക്കുന്ന സമയത്ത് വില്ലുമംഗലത്തിന് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കൃഷ്ണനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം വില്ലുമംഗലം കാണുന്നുണ്ട് ഈ കുറൂരമ്മയുടെ കൂടെയുള്ള ഉണ്ണിയുടെ പാദത്തിലേക്കാണ് ആ പുഷ്പങ്ങൾ ഓരോന്നും വീഴുന്നത്. അപ്പം വില്ലുമംഗലത്തിന് പൂർണ്ണ വിശ്വാസമായി, വില്ലുമംഗലത്തിൻ്റെ കുറൂരമ്മയുടെ കൂടെയുള്ള കുട്ടി സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ അതിനുശേഷം ആൾക്കാരൊന്നും തന്നെ എന്തെങ്കിലും പറഞ്ഞാലും കുറ്റങ്ങളും കുറവുകളും ഒന്നും തന്നെ വില്ലുമംഗലത്തിനോട് ചെന്ന് പറഞ്ഞാൽ വില്ലുമംഗലം അത് വലിയ കാര്യമാക്കുകയൊന്നുമില്ല. ഇതുപോലെ തന്നെ വേറൊരു കഥ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് കലശലായ വയറുവേദനയായിരുന്നേ. അപ്പം ഇങ്ങനെ വയറുവേദനയും കൊണ്ട് വലിയ വിഷമിക്കുമ്പോൾ വില്ലുമംഗലത്തിനോട് ചെന്ന് പറഞ്ഞു. എല്ലാവരും പറയും വില്ലുമംഗലം വലിയ ഭക്തനാണ്, വില്ലുമംഗലം ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തൊരു കാര്യമില്ല. കാരണം ഭക്തന്മാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റേയില്ല. അത് വേണ്ടതോ വേണ്ടാത്തതോ ഒന്നും തന്നെയാണെങ്കിലും അത് ഭഗവാൻ അത് ഒരു വേണ്ടാന്ന് പറയാം. പക്ഷേ നമുക്കൊരിക്കലും ഒരാൾക്ക് ഒരു കർമ്മദോഷങ്ങളുണ്ടാവും, അപ്പോൾ അവരത് അനുഭവിച്ച് തീർക്കുക തന്നെ ചെയ്യണം. നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് കയറി ചെന്ന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വില്ലുമംഗലം പേടിച്ചുകൊണ്ടാണ് ഭഗവാനോട് ചെന്ന് പറഞ്ഞത്. കാരണം ഇയാളുടെ കർമ്മദോഷം തീർക്കാൻ ഞാൻ ആരുമല്ല, അയാളുടെ കർമ്മദോഷം അയാൾ തീർക്കുക തന്നെ, ആ കർമ്മദോഷം തീരുന്നത് വരെ അയാൾ അനുഭവിക്കുക എന്നുള്ളത് അയാളുടെ ഒരു യോഗമാണ്. അതിൽ ഇടയിൽ കയറി ഒന്നും ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം വില്ലുമംഗലത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ വിഷമം കണ്ടിട്ട് ഭഗവാനോട് ചെന്നിട്ട് പറയും, വില്ലുമംഗലം ഇങ്ങനെ ഇയാൾക്ക് കലശലായ വയറുവേദനയാണ്, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഇയാൾ ഛർദ്ദിച്ചു പോകുന്നുണ്ട്, കൃഷ്ണ ഇയാൾക്ക് പറ്റുകയാണെങ്കിൽ ഇതൊന്ന് മാറ്റിക്കൊടുക്കണം. അപ്പം കൃഷ്ണൻ പറയുമില്ല, ഇയാൾക്ക് കർമ്മദോഷം അനുഭവിച്ച് തീരെ തന്നെ ചെയ്യണം, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ ദോഷങ്ങൾ അനുഭവിച്ച് ഈ ജന്മം എന്തൊക്കെയാണോ അനുഭവിക്കേണ്ടത് അത് അയാളെ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്ന് പറയും. അപ്പോൾ വില്ലുമംഗലം ചെന്നിട്ട് ഇയാളോട് കാര്യമൊക്കെ പറയും. എന്നിട്ട് പറയും, എനിക്ക് സാധ്യമല്ല, ഇത് നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങളിത് അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞേക്കും. അപ്പം ഇതൊക്കെ കേട്ട് അയാൾക്ക് വലിയ സങ്കടം. അയാൾ അങ്ങനെ കുറേ ദിവസം അതും കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുറൂരില്ലത്ത്
കുറൂർ ഇല്ലത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറൂരമ്മ പറഞ്ഞാൽ സാധിക്കും. നമ്മളങ്ങനെയാണെങ്കിലോ ഒരു ഡോക്ടറെ ചെന്ന് കാണും, അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് മാറില്ല, അപ്പോൾ വേറൊരു ഡോക്ടറെ അടുത്ത് കുറച്ചും കൂടെ സാധിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അവിടേക്കും ചെല്ലുമല്ലോ. അങ്ങനെ ഇത് ഡോക്ടറല്ല, എന്നാലും ഭഗവാന്റെ ഭക്തകളാണ്, ഇതൊക്കെ സമകാലീനരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. വലിയ വലിയ അത്രയും പുന്താനമൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അത്രയും വലിയ ഭക്തന്മാരൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു പുണ്യമായൊരു കാലഘട്ടമാണെന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ ഈ കുറൂരില്ലത്തെത്തിയിട്ട് കുറൂരമ്മയോട് പറയും, പിന്നെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറൂരമ്മ പറയും, എന്തായാലും കുറച്ച് ഊണൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ പറയില്ല, എനിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഊണ് കഴിച്ചാൽ ഉടൻ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അന്നേരം പറയും, വേണ്ട, നാരാമനാമം ജപിച്ചുകൊണ്ട് കൃഷ്ണനെ ബന്ധിച്ചുകൊണ്ട് നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുക, എന്തായാലും ഞാൻ കണ്ണനോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്നാണ്. കണ്ണനോട് ചെന്നിട്ട് പറയും, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അയാൾക്ക് നല്ല വയറുവേദനയാണ്, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും, കണ്ണ അത് മാറ്റി കൊടുത്തേക്ക്. അങ്ങനെ ഇയാൾക്ക് ഭക്ഷണം കൊടുത്തു. ഇയാൾ ആ ഭക്ഷണം മുഴുവനായി കഴിച്ചു, ഛർദ്ദിക്കുന്നൊന്നുമില്ല, വയറുവേദനയൊന്നുമില്ല. ഇയാൾക്ക് തന്നെ അതിശയാവും, എന്തേ ഇങ്ങനെ. അയാളുടെ രോഗം പൂർണ്ണമായി ഭേദമായ രീതിയിൽ അയാൾക്ക് തോന്നാൻ തുടങ്ങി. അയാൾ വീട്ടിലേക്ക് പോയി വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചു. അയാളുടെ വയറുവേദന പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ വില്യമംഗലത്തിനെ ചെന്ന് കാണാൻ തന്നെ ഇയാൾ തീരുമാനിച്ചു. അങ്ങനെ വില്യമംഗലത്തിനോട് ചെന്നിട്ട് വലിയ കാര്യം പോലെ പറയും, അങ്ങനല്ലേ പറഞ്ഞത്, എൻ്റെ വയറുവേദനയൊന്നും മാറ്റാൻ പറ്റില്ല എന്ന്. പക്ഷേ ഞാൻ കുറൂരമ്മയെ പോയി കണ്ടു, കുറൂരമ്മ എനിക്ക് ഭക്ഷണം തന്നു, അതോടുകൂടി എൻ്റെ വയറുവേദന പമ്പ കടന്നു. കൃഷ്ണനോട് പറയും. വില്യമംഗലത്തിന് ഇത് വലിയ ക്ഷീണാവും, കാരണം താനും ഭക്തൻ തന്നെയാണ്, എന്നിട്ടും ഭഗവാനോട് പറഞ്ഞിട്ട് എനിക്കിത് മാറ്റാൻ സാധിച്ചില്ലല്ലോ. അങ്ങനെ വില്യമംഗലം ഭഗവാനോട് കൃഷ്ണനോട് ചെന്നിട്ട് പറയും, കൃഷ്ണ, ഞാനും അങ്ങയോട് പറഞ്ഞു ഇയാളുടെ വയറുവേദന. അപ്പോൾ കൃഷ്ണൻ എന്താ പറഞ്ഞത്, ഇത് മാറ്റാനൊന്നും പറ്റില്ല എന്ന്. പക്ഷെ കുറൂരമ്മ പറഞ്ഞു ഉടനെ തന്നെ മാറ്റിക്കൊടുത്തല്ലോ. അപ്പം കൃഷ്ണൻ പറയും, വില്ലുമംഗലം അങ്ങ് എന്താണ് പറഞ്ഞത്, അത് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റിക്കൊടുത്തോന്ന്. പക്ഷേ കുറൂരമ്മ എന്നോട് മകനോടെന്ന പോലെയാണ് പറഞ്ഞത്, അത് മാറ്റിക്കൊടുത്തേക്കൂന്നാണ് പറഞ്ഞത്. രണ്ടാളും പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ്. പക്ഷേ അയാളുടെ കർമ്മദോഷം ഈ ജന്മം ഭഗവാൻ മാറ്റിയെടുത്തു. കുറൂരമ്മ പറഞ്ഞതുകൊണ്ട് ഈ ജന്മം മാറ്റിയെടുത്തു. പക്ഷെ അടുത്ത ജന്മം അയാൾക്ക് വീണ്ടും ജനിക്കേണ്ടി വരും, വീണ്ടും ഇതുപോലെ വയറുവേദന അനുഭവിക്കേണ്ടി വരും. അതാണ് പറയുന്നത്, നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ജന്മങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലോ ഈ ജന്മങ്ങളിലോ ഉള്ള കർമ്മദോഷങ്ങൾ ഒരുപാടുണ്ടാകും, കർമ്മ പ്രാരാബ്ധങ്ങൾ ഒരുപാടുണ്ടാകും. ഇതൊക്കെ തന്നെ നമ്മൾ അനുഭവിച്ചേ മതിയാവും. ഭഗവാൻ വെറും ഒരു സാക്ഷിയായിട്ട് മാത്രം നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ കർമ്മദോഷം കുറക്കണ്ടേ നമുക്ക്? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, നാരായണ നാരായണ എന്ന് ജപിക്കുക. അപ്പോൾ ഈ കുറൂരമ്മയും ഏത് സമയവും നാരായണ നാരായണ എന്ന് ജപിക്കുക ചെയ്തത്. അപ്പം കുറൂരമ്മ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നില്ലേ, നാരായണൻ എപ്പോഴാണ് എന്നെ കൊണ്ടുപോകാൻ വരികയെന്നറിയില്ല എന്ന്. അപ്പം നാരായണൻ്റെ നാമം നാവിൻ തുമ്പിലുണ്ടെങ്കിൽ ആ സമയം ഭഗവാൻ തന്നെ വന്ന് കൊണ്ടുപോകും. നമ്മൾ ഏത് സമയത്തും നാരായണ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ മരിക്കാൻ പോകുമ്പോൾ എനിക്ക് നാരായണ എന്ന് ജപിക്കാം, ഞാൻ ഇപ്പോഴൊന്നും ജപിക്കുന്നില്ല. പക്ഷെ നമുക്കത് സാധ്യമല്ല. നമ്മൾ ഏത് കാര്യവും എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ അതാണ് നമ്മുടെ നാവിൻ തുമ്പിലുണ്ടാവുക, നമ്മുടെ ഹൃദയകമലങ്ങളിലുണ്ടാവുക, നമ്മുടെ അങ്ങ് അന്താരാത്മാവിൽ ആ ഒരു ഉപബോധ മനസ്സിൽ പോലും നമ്മൾ നാരായണ നാരായണ അർജുനൻ എങ്ങനെയാണോ രോമകൂപങ്ങൾ പോലും നാരായണ എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് അർജുനൻ എത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അത്രത്തോളം അർജുനനെ ചേർത്ത് പിടിച്ചത്. അതുപോലെ നമ്മൾ നാരായണ നാരായണ എന്ന് ഏത് സമയവും വിളിക്കുമ്പോൾ നമ്മൾ ഏത് സമയമാണ് മരണപ്പെടുക എന്നറിയില്ല. അപ്പോൾ ആ മരിക്കുന്ന സമയത്തും നാരായണ എന്ന് വിളിക്കും, ആ ഭഗവാൻ തന്നെ കൊണ്ടുപോകാൻ വരും. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളോടും എല്ലാവരോടും രാവിലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ അമ്മമാരും രാവിലെ തന്നെ കുളിച്ച് വിളക്ക് കൊളുത്തുക. ഒരു വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗൃഹം സ്വർഗമാക്കാനും നരകമാക്കാനും ഒരു സ്ത്രീക്ക് തന്നെ സാധിക്കും. ഒരു വീട് ഒരു ലക്ഷ്മി കടാക്ഷമുള്ളതാക്കാനും അല്ല ചേഷ്ട ഭഗവതിയെ പോലെ ചേട്ടകാരി ഒരു തീരെ നരകം പോലെയാക്കാനും ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ആ സ്ത്രീ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ പല മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ അതിരാവിലെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിരാവിലെ ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക എന്ന് വെച്ച് എല്ലാവരും അതിരാവിലെ എഴുന്നേൽക്കണം അങ്ങനെ ചെയ്യണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് സാധ്യമാവുന്ന സമയങ്ങൾ നിങ്ങൾക്ക് ജപിക്കാനിരിക്കാം. അപ്പം എല്ലാവരും ഭർത്താവും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലാത്ത അമ്മമാരാണെങ്കിൽ ആ സമയം നിങ്ങളിരുന്ന് ജപിച്ചോളൂ. പക്ഷെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നിങ്ങൾ ആ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ്. ഭർത്താവിനും കുട്ടികൾക്കും അമ്മക്കും അച്ഛനും ഒക്കെ നിങ്ങൾ അങ്ങനെ കുളിച്ച് നല്ല ഭഗവാനൊക്കെ പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്തുക. നിങ്ങൾ വിളക്ക് കൊളുത്തുക മാത്രം പോരാ,
നിങ്ങളെ കുഞ്ഞുങ്ങളെ കൂടെ വിളക്ക് കൊളുത്തി ജപിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ഒരു 5 മിനിറ്റ് നിൽക്കാനെങ്കിലും നിങ്ങൾ ദിവസവും ശ്രമിക്കുക. അപ്പോൾ അവർക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി തോന്നും, എന്നെ രക്ഷിക്കാൻ ഒരാളുണ്ട്. അതുമാത്രമല്ല, ഞാൻ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അറിയാൻ ഭഗവാനുണ്ട്. അപ്പോൾ തെറ്റിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് വളരെ കുറവായിട്ട് വരും. അത് അവരുടെ മനസ്സിൽ മാത്രമല്ല, ഭഗവാൻ പോലും അവരെ കൈവെള്ളയിൽ ഉള്ളം കയ്യിൽ നടത്തിക്കാൻ തുടങ്ങും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ തെറ്റിലേക്ക് നടക്കുന്ന സമയത്ത് ഭഗവാൻ അവരെ തട്ടി മാറ്റി ഭഗവാന്റെ ആ ഒരു രഥത്തിൽ ഭഗവാൻ നയിക്കും കുട്ടികളെ ഓരോരുത്തരെയും. അപ്പോൾ നമുക്കും ആശ്വാസം. ഇപ്പോൾ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡ്രഗ്സ് ഏത് വഴിക്കാണ് എങ്ങനെയാണ് ഉള്ളത് നമുക്കറിയില്ല. അത്രത്തോളം അവൈലബിളായ ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ സഞ്ചരിച്ചു. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് അത്രത്തോളം ആശങ്കയുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ മക്കൾ പഠിച്ച് വലിയ നിലയിലാവണം, അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നൊക്കെ സ്വപ്നം കണ്ട അമ്മമാരും അച്ഛന്മാരും ഇന്ന് എൻ്റെ മകനും മകളും ജീവനോടെ സ്വബോധത്തോടെ എങ്കിലും ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഓരോരുത്തരെയും ഇത് ഒരു നല്ലൊരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ നല്ലൊരു അച്ചടക്കത്തോടെയുള്ള ജീവിതം നമ്മുടെ ഉള്ളം കയ്യിൽ ആ കുട്ടികളെ എപ്പോഴും ദിവസവും രാവിലെ വിളക്ക് കൊളുത്തി ഒരു 5 മിനിറ്റ് ജപിക്കാനുള്ള സമയമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, 5 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള സമയം അവർക്ക് കൊടുക്കുക. അതിനുശേഷം വൈകുന്നേരം സന്ധ്യാവുന്ന സമയത്ത് അവരെ മേലി കഴുകിച്ച് അല്ലെങ്കിൽ കുളിപ്പിച്ച് അവരെ വിളക്കിൻ്റെ മുമ്പിൽ സന്ധ്യയ്ക്ക് ജപിക്കാൻ വേണ്ടി ഇരുത്തുക. അത് എത്ര സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു 10 മിനിറ്റ് എടുക്കുന്നില്ലേ, നിങ്ങൾ വേറെ കുളിക്കാൻ എടുക്കുന്നില്ലേ സമയം, അതുപോലെ ഒരു സമയം പ്രാർത്ഥനകൾക്ക് വേണ്ടി. മറ്റുള്ള മതസ്ഥരൊക്കെ അവർക്ക് വേണ്ടി നിർബന്ധപൂർവ്വം അവർ ചില സമയങ്ങൾ ചിട്ടകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയം അവർ നിർബന്ധമായി അത് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരു 6 മണി സമയത്തേക്ക് കുളിച്ച് കുട്ടികളെ വിളക്കിൻ്റെ മുമ്പിൽ നിർബന്ധമായിട്ട് ഒരുത്തുക. അതൊരു ശീലമാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ചെറിയ നാമജപങ്ങൾ, വളരെ ചെറുത്, അത് ദിവസവും നിങ്ങൾ ചൊല്ലുക. അത് കേട്ട് കുട്ടികളും പഠിക്കുക. കുട്ടികൾ വളരെ സ്പീഡിൽ പഠിക്കാൻ പറ്റും. ഒരു 10-20 ദിവസം ആകുമ്പോഴേക്കേ കുട്ടികളത് ചൊല്ലാൻ തുടങ്ങും. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചൊല്ലിക്കോട്ടെ. നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ കാര്യത്തിലാണ് പറയുന്നത്, അത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഉണ്ടാക്കി തരുമൊന്നും വേണ്ട. നിങ്ങൾ വേണമെന്നൊന്ന് ആഗ്രഹിച്ചാൽ മതി. ആ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് ഭഗവാൻ കൊണ്ടുതരും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ബാക്കി എന്ത് കാര്യത്തിനും നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടി വരും. പക്ഷേ ഭഗവാന്റേതായ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു മനസ്സ് വെച്ച് വളരെ ആഗ്രഹത്തോടു കൂടി സത്യസന്ധമായി നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രം മതി. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാനാണ് നയിക്കുക. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മളല്ല പോകുന്നത്, അത് ഭഗവാൻ നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു തരത്തിലുള്ള എഫേർട്ട് എടുക്കേണ്ട. നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ജപിക്കുക, ഇത് എത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ ആധ്യാത്മിക പുരോഗതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അത് ഭഗവാനാണ് കൊണ്ടുപോവുക. അതിനുള്ള എല്ലാ സാധന സാമഗ്രികളും നമ്മളെ ഇടയിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഭഗവാൻ മാത്രമായിരിക്കും. അപ്പം നിങ്ങൾ കുട്ടികളെ ഓരോരുത്തരെയും അതുപോലെ ചെയ്യുക. അപ്പം നമ്മുടെ കുറൂരമ്മയെ എങ്ങനെയാണ്, കുറൂരമ്മയിലേക്ക് നമുക്ക് വരാം. ഇന്ന് കുറൂരമ്മയുടെ ദിവസമാണ്. അപ്പം കുറൂരമ്മ അവസാന കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മടിയിൽ കിടന്ന് ഭഗവാനെയും നോക്കി കണ്ണടച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ കുറൂരമ്മയുടെ ചില ആൾക്കാർ പറയുന്നുണ്ട് ജലസമാധിയായിരുന്നു. എന്താണെന്നറിയില്ല. കുറൂരമ്മയുടെ ഭൗതിക ശരീരം ആർക്കും ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ പൂന്താനത്തിൻ്റെ കഥ പറയുമ്പോഴും പൂന്താനത്തിൻ്റെ ഭൗതിക ശരീരവും കിട്ടിയിട്ടില്ല. ഭഗവാൻ വന്ന് രഥത്തിലേറ്റി പൂന്താനത്തിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു കുറൂരമ്മയുടെയും ഭൗതിക ശരീരം ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല. കുറൂരമ്മയെയും ഭഗവാൻ ഉടലോടെ വൈകുണ്ഠത്തിലേക്ക് ഭഗവാന്റെ ആ ഒരു പാദത്തിലേക്ക് ലയിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും സാത്വികമായ വെറും ഭക്തി കൊണ്ട് മാത്രം ഭഗവാനെ തേടിയവരാണ് ഇവർ ഓരോരുത്തരും. ഇവരിൽ ഒരുപാട് സംസ്കൃത പാണ്ഡിത്യമില്ല, ഒരുപാട് അറിവില്ല, ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഭഗവാനോടുള്ള ഇഷ്ടം മാത്രം. അത് അത്രയും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭഗവാനോടുള്ള ഇഷ്ടവും ആ നാമജപവും ഒന്നുകൊണ്ട് മാത്രമാണ് ഭഗവാൻ അവരെ വൈകുണ്ഠത്തിലേക്ക് ഭഗവാനിലേക്ക് ലയിപ്പിച്ചത്. അല്ലെങ്കിൽ ഭഗവാൻ ഒരു കുഞ്ഞായി അമ്മയുടെ കൂടെ എന്നും ഉണ്ടായിരുന്നു. നമുക്ക് ആരും ഇല്ലാണ്ടല്ല ഉണ്ടായിരുന്നത്. ആരും ഇല്ലാത്ത ഒരാൾക്ക്, നമ്മളെപ്പോഴും പറയും കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർ
ഉണ്ടാവും. അപ്പോൾ അവർ എന്നെ വയസ്സായി കഴിഞ്ഞാൽ ആരും നോക്കുന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് പറയാൻ ഒരൊറ്റ ഉത്തരേ എനിക്ക് എൻ്റെ നാവിൽ തോന്നിയിട്ടുള്ളൂ. കുഞ്ഞുങ്ങൾ ഒരുപാടുള്ള അമ്മമാർ ചിലപ്പോൾ വയസ്സുകാലത്ത് ആരും നോക്കാനില്ലാതെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ആരുമില്ലാത്തവർക്ക് വളരെ ഭക്തിയോടെ നല്ല ധർമ്മത്തോടെ സത്യസന്ധതയോടെ ദാനമൊക്കെ കൊടുത്ത് നല്ല മനസ്സോടെ ജീവിക്കുന്ന ആൾക്കാരെ ശരിക്കും ഭഗവാൻ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവരെ നോക്കാൻ ഭഗവാൻ ആരെങ്കിലും ഉണ്ടാവും, കൊണ്ടു ചെന്നെത്തിക്കും. അവരായിരിക്കും ചിലപ്പോൾ സുഹൃതികളായിട്ട്. അപ്പോൾ നമുക്ക് മക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളെ നോക്കാൻ ആളുണ്ടാവുന്നു, മക്കളില്ലാത്തത് കൊണ്ട് നമ്മളെ നോക്കാൻ ആളില്ലാതാവുകയോ ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഓരോ പാഠങ്ങളാണ്, ഓരോ കഥകളും നമുക്ക് ഓരോ പാഠങ്ങളാണ്. അപ്പം ആരും വിഷമിക്കരുത്. ഭഗവാനോടുള്ള ഭക്തി വളരെയധികം, അത്രയും തീവ്രമായി ഭഗവാനെ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ നാമം ജപിക്കുക, ഭഗവാനെ അറിയുക. ഇങ്ങനെയുള്ളവർക്ക് ഭഗവാൻ അവനെ തന്നെ ഭഗവാൻ നൽകും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.